ജെസ്സി ചാവിയും കേട്. ജെസ്സി ഇതൊക്കെ എടുത്തോണ്ട് ഇറങ്ങിക്കൂടെ? ഞാൻ തന്നെ കൊണ്ട് തരണം. ബാ ഗേറ്റ് പറ. നല്ല വെയില്. സഫി പോയിക്കോ. നീ വന്ന് ഗേറ്റ് പറ. നിന്നെ കണ്ടിട്ട് പോയാൽ എനിക്ക് പോസിറ്റീവ് എനർജി ഉള്ളു. ബാ, പോകുന്ന കാര്യങ്ങളെല്ലാം നടക്കും. ബാ ബാന്ന് വിളിക്കണേ. ഞാൻ വിളിക്കാം. ഞാനേ ഇന്ന് ഉച്ചയ്ക്ക് വരത്തില്ല കേട്ടാ. എനിക്ക് കുറച്ച് വർക്കുണ്ട്. അപ്പം ഇന്ന് കുറച്ച് കൊടുത്ത് തീർക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ചെന്നിട്ട് വിളിക്കണേ. വിളിക്കാം. ജെസ്സി പിന്നെ നീ ഇതായി പൈസ അങ്ങ് ചെവിയിട്ട കൊടുക്കണം. എന്തിന്? മോന് ഫീസ് കൊടുക്കാനുള്ളതാണ്. 2-3 ദിവസമായി ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ഉറപ്പായിട്ടും കൊടുക്കാമെന്ന് പറഞ്ഞതാ. മറക്കാതെ കൊടുക്കണേ. ഇത്രയും ഫീസോ? സഫിയുടെ ചിലവൊക്കെ കുറച്ച് കുറയ്ക്കണേ. ഇത്രയും വലിയ ഫീസൊക്കെ കൊടുത്ത് കൊച്ചുങ്ങളെ സ്കൂളിൽ വിടാതെ ഗവൺമെൻറ് സ്കൂളുകളിൽ വിട്ടൂടെ? നീ മക്കളെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട. ഓ, അമ്മമാർ പഠിക്കട്ടെ. അപ്പം ഞാൻ വേറെ തരവായി അല്ലേ? ഞാൻ സഫിയുടെ വരുമാനം നോക്കിയിട്ടാണ് പറയുന്നത്, അല്ലാതെ സഫിക്ക് വേണ്ടിയാണ് പറയുന്നത്. അല്ലാതെ എനിക്ക് വേറെ ഒന്നും കൊണ്ടല്ല. ഞാനെന്ത് പറഞ്ഞാലും കേൾക്കത്തില്ല ഇപ്പൊ സഫി. നീ ഇത് കൊണ്ടുകൊടു. നീ ഗേറ്റ് തുറക്കണ്ട, ഞാൻ തുറന്നോളാം. എങ്കിലും സഫി എന്നോട് പിണങ്ങി. ഞാൻ കൊടുത്തോളാം. ഞാൻ കൊടുത്തോളാം. പോ. ഞാൻ അവളെ കൈ കൊടുക്കാതിരുന്നെന്താണെന്നറിയോ? അവളെ മുഖം കണ്ടിറങ്ങിയാൽ എൻ്റെ ഒരു കാര്യം നടക്കത്തില്ല. നീ ചിരിച്ചേ. നിന്റെ മുഖം കണ്ടിട്ട് ഞാൻ ഇറങ്ങട്ടെ. ചിരിയുടെ പോയിട്ട് വരേ. ഗേറ്റ് ഞാൻ തുറന്നോളാം. ചെല്ല് കൊണ്ടുകൂടെ. ജെസ്സി ഇക്ക പോയാ? സഫി പോയി. അല്ല ഇക്കായെ ഇന്നലെ പറഞ്ഞായിരുന്നു ഇന്ന് മോൻ്റെ ഫീസ് തരാന്ന്. നിൻ്റെ തന്നായിരുന്നോ? എനിക്കറിയത്തില്ല, എൻ്റെ എല്ലാം തന്നില്ല. അല്ല അപ്പം നിന്റെ കയ്യിൽ ഇരിക്കുന്ന പൈസയാ? ഇതെനിക്ക് പാർലറിൽ പോകാനുള്ള പൈസ. വെറുതെ എന്തിനാ ജെസ്സി അങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ കേട്ടായിരുന്നല്ലോ മോൻ്റെ ഫീസ് കൊടുക്കാൻ നിന്റെ തരുന്നത്. ഓഹോ, അപ്പോൾ ഒളിഞ്ഞു നോക്കുമായിരുന്നോ? എനിക്ക് ഒളിഞ്ഞു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ അതിന് ഇത്രയും വലിയ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നത് എപ്പോഴും കിടന്ന് ഫീസേ വരവും ചിലവും അറിഞ്ഞ് ചിലവാക്കണ്ടേ? കുട്ടികളെ വലിയ സ്കൂളിലെ പഠിപ്പിക്കത്തോളൂ. ഫീസ് കറക്റ്റ് ഡേറ്റ്. സ്വന്തം മക്കളെ പഠിപ്പിക്കുന്നതിന് കണക്കുണ്ടോ? എല്ലാം സഫിക്ക് നോക്കി ആകപ്പാടെ സഫിക്ക് തലയ്ക്ക് ഇതായിരിക്കുവാണ്. അത് ഇക്കാടെ ഇഷ്ടത്തിന് തന്നെ പഠിപ്പിക്കുന്നത്. അതൊക്കെ ഇക്ക നോക്കിക്കോളും. പാവം. അല്ല ഗവൺമെൻറ് സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാൻ നോക്ക്. ആ പൈസ ഇനി അന്നേരം ഇന്നാ എൻ്റെ പൈസ. ജെസ്സി, നീ പൈസയിലാണോ കളിക്കുന്നത്? അപ്പാടെ ശല്യമായിട്ട് നിൽക്കുന്ന കുറേ എണ്ണം. ഇതിന് മാത്രം എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്നറിയോ പൈസയ്ക്ക് വേണ്ടി? നീ ആ പൈസ എടുത്തേ. മര്യാദയ്ക്ക് എടുക്കടി. പൈസയുടെയൊക്കെ ബുദ്ധിമുട്ട് അറിഞ്ഞ് ജീവിക്കണം കേട്ടോ. ഇതൊക്കെ അവിടെ തരുന്ന ഞാൻ കണ്ടതാ. നിനക്ക് സ്വർണം വാങ്ങിത്തരാനും ഡ്രസ്സ് വാങ്ങിത്തരാനും എല്ലാം ഇക്കാടെ പൈസ ഉണ്ടല്ലോ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത്തിരി പൈസ ചെലവാക്കുന്നതാണ് നിനക്ക് ഇത്ര വിഷമം വന്നത്. എൻ്റെ ഭർത്താവ് എനിക്ക് ആവശ്യമുള്ള എല്ലാം വാങ്ങിത്തരും. എല്ലാം നിന്റെ അടുത്ത് കണക്ക് പറയണം.
എന്ത് കണ്ടാലും ഒളിഞ്ഞു വന്നോണം. ഞങ്ങളുടെ ജീവിതത്തിൽ ഒളിഞ്ഞു നോക്കുന്നത് എന്തിനാ? ഞാൻ ഒളിഞ്ഞൊന്നും നോക്കാൻ വന്നിട്ടില്ല. എനിക്ക് എൻ്റെ ആവശ്യമില്ല. നീ കട ഷർട്ടൊന്നും കഴുകാറില്ലല്ലോ. അവിടെ കിടന്ന പഴയ ഷർട്ടിനകത്ത് നിന്റെ ബില്ലെല്ലാം ഉണ്ടായിരുന്നു. സ്വർണം വാങ്ങിയതിൻ്റെ, ഡ്രസ്സ് വാങ്ങിയതിൻ്റെയൊക്കെ. അങ്ങനെയാണ് ഞാൻ കണ്ടത്. എനിക്ക് ചിലപ്പോൾ സ്വർണം വാങ്ങിച്ചു തന്നിരിക്കും, സാരി വാങ്ങിച്ചു തന്നിരിക്കും, ഡ്രസ്സ് വാങ്ങിച്ചു തന്നിരിക്കും. അതൊക്കെ എന്നോട് സ്നേഹം കൊണ്ടാ. നിനക്കത് കിട്ടാത്തത്, അത് നിനക്ക് കിട്ടാത്തത് നിന്നോടുള്ള വെറുപ്പുണ്ട്. അത് നീ മനസ്സിലാക്കുക. ഇഷ്ടമല്ലാതെ തരുന്ന, ഇഷ്ടപ്പെട്ട് തരുന്ന രണ്ടും രണ്ടാ. അതിനും വേണം ഒരു ഭാഗ്യം. സ്നേഹിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അതെന്നോ നഷ്ടപ്പെട്ടതാ. അല്ലാതെ ശരി, ആ ഭാഗ്യം എനിക്ക് നഷ്ടപ്പെട്ടതായിരിക്കും. കുറച്ച് നാൾ മുമ്പ് വരെ ആ ഭാഗ്യമൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. ഓ, നിനക്കേ ആളുടെ മനസ്സിലെ ഒരു വേലക്കാരിയുടെ സ്ഥാനം മാത്രമേ ഉള്ളൂ. അത് നീ മനസ്സിലാക്കിയാൽ കൊള്ളാം. എന്നിട്ട് ഒഴിഞ്ഞുതാ. സഫി എപ്പോ വന്ന്? ഇപ്പൊ വന്നതേ ഉള്ളോ? ഞാൻ ചായ എടുക്കാം. വേണ്ട, ചായ ഒന്നും എടുക്കണ്ട. നീങ്ങ് വാ, കുറച്ച് സംസാരിക്കാനുണ്ട്. എന്ത് എന്ത് സംസാരിക്കാൻ? ഷമി, നിന്നോടും കൂടി ഒരു കാര്യം പറയാനാ. നീ അവിടെ നില്ല്. എന്തൊക്കെ? പറഞ്ഞ സഫി. ജെസ്സി, ബിസിനസ്സിൽ 50 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് ബൗൺസ് ആയി. എന്നിട്ട് വല്ല പ്രശ്നമുണ്ടോ? നാളെ തന്നെ അവർക്ക് കൊടുക്കണമെന്നാണ് അവർ പറഞ്ഞത്. നാളെയോ? അത്രയും വലുതൊക്കെ? 50 ലക്ഷം രൂപയോ? സഫിയൊന്ന് സംസാരിച്ച് നോക്കാൻ തോ. 1 മാസത്തേക്ക് എന്താ ചെയ്യൊക്കെ ഇപ്പം? പക്ഷെ ഞാൻ സംസാരിച്ച 1 മാസത്തെ അവധി പറഞ്ഞിട്ടുണ്ട്. ആണോ? 1 മാസമോ? 1 മാസം കൊണ്ടായാലും എങ്ങനെ 50 ലക്ഷം മറിക്കും? 1 മാസം ഇത്രയും പൈസ 1 മാസം കൊണ്ട് എന്നൊക്കെ നടക്കത്തില്ല. ഞാനെന്ത് ചെയ്യും? എൻ്റെ കുറച്ച് ഓർണമെന്റ്സ് ഉണ്ട്, അത് ഞാൻ തരാം. നിന്റെ സ്വർണ്ണമൊന്നും വേണ്ട, അത് മാമ എപ്പോഴും ചോദിക്കുന്നതല്ലേ, അതുകൊണ്ട് തികയത്തുമില്ല. പക്ഷെങ്കിലും 50 ലക്ഷത്തിനൊന്നുമില്ല. പിന്നെ ഞാൻ മാത്രമല്ലല്ലോ. എല്ലാവരെയും കൂടെയൊക്കെ ചെയ്താൽ അതങ്ങ് ഡീലാവും. എൻ്റെ കയ്യിലും കുറച്ച് സ്വർണ്ണമുണ്ട്, എൻ്റെ കയ്യിലും കൂടെ എടുക്കാക്കാം. ഞാൻ തരാം എടുത്ത്. ഞാൻ എൻ്റെ വാപ്പായോട് ചോദിക്കട്ടെ കുറച്ച് പൈസ. മാമ അടുത്തൊന്നും പൈസ ഒന്നും ചോദിക്കൊന്നും വേണ്ട. അതായത് എനിക്ക് നാണക്കേടാ. ഭാര്യ വീട്ടിൽ നിന്ന് പൈസ മേടിച്ചോണ്ട് വേണ്ട, നീ ചോദിക്കൊന്നും വേണ്ട. ഓ, ആത്മാഭിമാനം അങ്ങനെ കളയണ്ട.
അപ്പോൾ സഫിക്ക് മറ്റേ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ആ പ്രോപ്പർട്ടി എന്തെങ്കിലും ചെയ്താലോ? ആ അയ്യോ, അതൊക്കെ ഞാൻ ബിസിനസ് തുടങ്ങുമ്പോഴേ ലോൺ വെച്ചേക്കുക, അത് ലോൺ അടച്ചുകൊണ്ടിരിക്കുക. ഓ, അത് ശരിയാണല്ലേ, എല്ലാം ലോൺ വെച്ചേക്കുവാണല്ലേ. ആണോ? അതൊക്കെ ലോൺ ഇരിക്കുകയാണോ? ഷോ, അപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ തകരുമോ? ആകെപ്പാടെ വെക്കാത്തത് ഇത് മാത്രമേ ഉള്ളൂ. ഇത് ലോൺ വെച്ചാൽ കാര്യം 1 മാസം കൊണ്ട് ആളുടെ പൈസ കൊടുക്കാൻ പറ്റും. ഇപ്പം എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയല്ലേ, ആ അവസ്ഥയിലല്ലേ ഇപ്പം ഞാൻ. അപ്പോൾ ഇത് നമുക്ക് ലോൺ വെക്കാം. അപ്പം എങ്കിൽ പിന്നെ ഇതങ്ങോട്ട് ചെയ്യണം. ഇതെന്തായാലും സഫി ഉണ്ടാക്കിയതല്ലേ, സഫിക്കൊരാവശ്യം വരുമ്പം 1 മാസത്തിനുള്ളിൽ കിട്ടുമോ ലോൺ? ബാങ്കിൽ പോയി സംസാരിച്ചു, 1 മാസം കൊണ്ട് ലോൺ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? സംസാരിച്ചോ? അപ്പോൾ പിന്നെ ലോൺ വെച്ച് തരാൻ പറ. സഫിയുടെ ഒരു ആവശ്യം എന്ന് പറയുമ്പം സഫി തകർന്നാൽ നമ്മൾ എല്ലാവരും തകരും. ബാങ്ക് മാനേജർ പറഞ്ഞു എൻ്റെ പേരിനുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ വേഗം ലോൺ വെച്ച് പാസ്സാക്കി തരാമെന്ന് പറഞ്ഞു. പക്ഷേ അത് 2 ദിവസത്തിനുള്ളിൽ റെഡി ആയാൽ നമുക്കത് കറക്റ്റ് ചെയ്യാം. അതല്ല എങ്കിൽ ഞാൻ ഉണ്ട തിന്നേണ്ടി വരും. വേണ്ട, അങ്ങനെയൊന്നും പറ്റരുത്. അതിനെക്കുറിച്ചൊന്നും പറയുകയും ചെയ്യരുത്. ഓ, അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതല്ല ജെസ്സി ഇതിൻ്റെ പ്രശ്നം, എൻ്റെ അക്കൗണ്ടെല്ലാം അവർ ഫ്രീസാക്കും, പിന്നെ ഒരു ചായ കുടിക്കാനുള്ള പൈസ പോലും എടുക്കാൻ പറ്റത്തില്ല. സ്വത്തുക്കൾ മൊത്തമോ ഫ്രീസ് ചെയ്യോ? അങ്ങനെയാണോ? അവന്മാരൊക്കെ വലിയ ടീമാ, അതും ചെയ്യും അതിൻ്റെ അപ്പുറവും ചെയ്യും. എനിക്ക് ഓർക്കാൻ കൂടി പറ്റുന്നില്ല. ഞാൻ വെച്ച് തരാം. അതിന് നിന്റെ പ്രോപ്പർട്ടി കൊണ്ട് വെച്ച് ലോൺ വെച്ചാൽ അവർ തരത്തില്ല. അതിന് നിനക്ക് ലോൺ തരുമോ? നിന്റെ പേരിന് ഇരിക്കുന്നല്ലേ ഉള്ളോ. തിരിച്ച് നീ എങ്ങനെ അടയ്ക്കുമെന്ന് അവർക്കൊരു വിശ്വാസം വേണ്ടേ? എൻ്റെ പേരിനാക്കി തരണം. ആ, ആദ്യം പ്രമാണം ചെയ്യണോ? ഓക്കെ. അപ്പൊ പിന്നെ അങ്ങനെ എന്താന്ന് വെച്ചാൽ ചെയ്യാൻ നോക്ക് സഫി. നാളെ വന്ന് എൻ്റെ പേരിനാക്കിത്താ, മറ്റന്നാൾ ലോൺ പാസ്സാ. അപ്പം ഞാൻ ഈ വലിയ ഗുരുക്കിന്ന് രക്ഷപ്പെടും. അതല്ല എന്നെ ഉണ്ട തീറ്റിക്കണമെങ്കിൽ നീ വെച്ചോണ്ടിരി. ഓരോരുത്തർ സ്വന്തം സ്വത്തെന്നും പറഞ്ഞ് പിടിച്ചു കെട്ടിയിരിക്കും. ഭർത്താവിനോട് സ്നേഹമുള്ളവരാണെങ്കിൽ അങ്ങനെയൊന്നുമല്ല. ഞാനിപ്പോൾ എൻ്റെ ഓർണമെന്റ്സ് എല്ലാം തന്നേനായിരുന്നു, പക്ഷെ എൻ്റെ വീട്ടിൽ നിന്ന് വാപ്പയൊക്കെ എപ്പോഴും വിളിച്ച് അന്വേഷിക്കും. പിന്നെ അത് സഫിക്കൊരു കുറച്ചിലല്ലേ, സഫി എന്നല്ലേ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ എല്ലാം തന്നേനെ. എവിടാന്ന് പറഞ്ഞാൽ ഞാൻ വരാം, ഒപ്പിട്ട് തരാം.
പ്രമാണം എൻ്റെ ഇരിപ്പുണ്ട്, ഞാൻ പോയി എടുത്തോണ്ട് വരാം. ഇപ്പോഴേ തരാം. ഇക്ക എന്താന്ന് വെച്ചാൽ ചെയ്. നീ കേട്ടപ്പോ തന്നെ കൈയും കാലും വിറയ്ക്കുന്നു. ഞാൻ എടുത്തോണ്ട് വരാം. ഇപ്പൊ എടുത്തോണ്ട് വരാക്കാം.